പുലി ഇവിടെ ഇല്ലാത്തതായിരുന്നു. അതെ അതെ എവിടെ നിന്ന് വന്നതെന്ന് അറിയത്തില്ല. യഥാർത്ഥത്തിലൊരു പേടിയിലുള്ളതാണ്, പേടി ഭയത്തിലൂടെയാണ് ഉള്ളത്. പിന്നെ എന്നാലും നമുക്ക് റബ്ബർ വെട്ടാതിരിക്കാൻ കഴിയല്ലോ. അല്ലേ നമുക്ക് അതിനുള്ള പരിഹാരം എന്തെങ്കിലും തരണം. ഇത് ആരും ഒന്നും പറയല്ല. നമ്മൾ വെട്ടിയില്ലെങ്കിൽ, നിങ്ങൾ വെട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ മുട്ടും. 100-300 മരം എനിക്കുള്ളതാണ്. ആ മരം വെട്ടി കഴിഞ്ഞാൽ എനിക്ക് 10-20 ഷീറ്റ് കിട്ടുന്ന, എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അതെ അതെ ഞാൻ എന്നാ ചത്താലും ഞാൻ പോകും. ഈ കടുവയെല്ലാം എന്നാ പിടിച്ചാൽ, പുലിയല്ല കടുവ എന്നാ പിടിച്ചാൽ ഞാൻ പോകും. അപ്പം ഭാര്യയ്ക്ക് വിഷമമായി തുടങ്ങി, അവൾക്ക് പേടിയായി തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുന്നത്, ഞാൻ ആദ്യം അങ്ങ് പോകും റബ്ബർ വെട്ടാനായിട്ട്. അപ്പം ഭാര്യ വരുന്നത് കാപ്പിയായിട്ട് ഭക്ഷണമൊക്കെ ആയിട്ട്, വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ട് വരുവാ. ഞാൻ ആദ്യം പോയി റബ്ബർ വെട്ടി കഴിയാറാകുമ്പോഴേക്കാണ് അവൾ വരുന്നത്. നേരം വെളുത്ത് 8 മണി 7-7:30 ആകുമ്പോഴേക്കും അവൾ വരും. അവൾ വരുമ്പോഴാണെങ്കിൽ 7:30 ആണേലും 7:30 സമയത്താണേലും 4 മണിക്കാണ് ഇവിടുന്ന് കടുവ ഇവിടുന്ന് കവർ ചെയ്ത് പോയി ഇങ്ങോട്ട് ഈ ക്യാമറയിൽ പതിഞ്ഞത്. പുലി പതിഞ്ഞത്. അപ്പോൾ 4 മണിക്ക് പതിഞ്ഞ പുലി ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. അങ്ങനെ പുലിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കടുവയുണ്ടായിരുന്നു നേരത്തെ തൊട്ടുള്ളതല്ലേ. കടുവ നമ്മളിന്ന് ഈ കരിയങ്കാപ്പ് ഭാഗത്തുനിന്ന് ഒരു കടുവനെ പിടിച്ചതല്ലേ. ഈ പള്ളിവാക്കി ട്രാച്ചൻ്റെ അവിടെ നിന്നും കടുവനെ കാണുകയും അവരോട് കൂട് വെക്കുകയും ഒക്കെ ചെയ്തു. അവർ പോത്തിനെ പിടിക്കുകയും ഇത്രയും പട്ടീനെ എല്ലാം പിടിച്ച് വാർത്തയെല്ലാം വന്നതാണ്. എന്ത് വാർത്ത വന്നിട്ട് എന്നാ കാര്യം? നമ്മളിതിങ്ങനെ പറയും, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. 2 ദിവസം വന്ന് അവർ ഇവിടെ നോക്കും, കാവൽ കിടക്കും, നോക്കും. പുരുഷാധികാരികൾ അവർ അതിൽ ചെയ്യാൻ അവർക്ക് പറ്റുമോ? അവരോട് ഇന്നലെ രാത്രി അവരോട് ഉറക്കം വിളിച്ച് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. കൊണ്ട് ഒരു കാര്യമില്ല. 2-3 ദിവസം നോക്കും, കുറേ പറക്കം പൊത്തിക്കും. പടക്കം പൊട്ടിക്കും. കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് അത് കാട്ടിലെങ്ങാനും കയറി നിൽക്കും. അതുപോലെ ജനവാസത്തിലോട്ട് സ്ഥലത്തോട്ട് അത് ഇറങ്ങും. ഇപ്പോൾ ഒരു കാലത്തും ഇല്ലാത്ത പോലെ വന്യമൃഗശല്യം ആയില്ലേ? ഒരു കാലത്തും ഇല്ലാത്ത വന്യമൃഗശല്യം കാരണം ഇവിടുന്ന് ആൾക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യന്മാരുടെ വെച്ചാൽ ഒരു സാധനവും വെച്ച് പിടിക്കാൻ, ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു കപ്പയോ ചേനയോ ചേമ്പോ ഒരു സാധനവും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. കുരങ്ങായിട്ടും മലയണ്ണാനായിട്ടും കൊക്കോ കൃഷി ഇവിടെ നിലവിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന. ഇപ്പോൾ കൊക്കോ കൃഷി എല്ലാവരും ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ ഈ മലയണ്ണം വന്നിട്ട് മരപ്പെട്ടി മലയണ്ണം വന്നിട്ട് മൊത്തം തീർക്കുക. അതും ഇല്ല. പിന്നെ മനുഷ്യൻ ജീവിക്കണ്ടേ? അങ്ങനെയാലും ജീവിതം മുന്നോട്ട് സാധാരണക്കാരായ കർഷകർക്ക് ജീവിക്കണ്ടേ? എന്നെപ്പോലുള്ളവർക്ക് ജീവിക്കണ്ടേ? ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആനമതിൽ വന്നുകൊണ്ട് ആന ഇല്ലാന്ന് മാത്രം. ആനമതിൽ വന്നെന്ന് പറഞ്ഞാൽ ആനമതിൽ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. 2 കിലോമീറ്ററോട് അങ്ങോട്ട് പാസ്സായി കിടന്നായിരുന്നു. അതിപ്പോൾ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇവിടുന്ന് പിന്നെ ഇവിടെ കുറച്ചപ്പുറം വരെ വന്നിട്ടുള്ളൂ ആനമതിൽ. അതിനപ്പുറത്തോട്ട് ആനമതിൽ എൻ്റെ തോട്ടത്തിൻ്റെ ഞാറുവട്ടം പോകുന്നിടത്തൊന്നും ആനമതിലില്ല. അവിടെ ഒരു ബെൻസിങ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ബെൻസിങ് വലിച്ചതിനകത്ത് കയറി ആന വന്നിട്ട് ബെൻസിങ് കൊടുത്ത പോസ്റ്റ് വരെ അടിച്ച് പറിച്ച് കളഞ്ഞ് മൊത്തം നേരപ്പാക്കി. ഞാൻ ടവർ ചെല്ലുമ്പോഴാണ് ആന അവിടുന്ന് തകർത്ത് വാരി പോകുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ? വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരോടത് പറയേണ്ടത്? ഇത് ആരോടും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ വായിൽ വെള്ളം പറ്റി പോകാന്നല്ലാണ്ട് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല.